പയർ കൃഷി നമുക്ക് ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് കണ്ട ഇതിലൊക്കെ പുഴുക്കുത്ത് വീഴുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് കുറേ നഷ്ടം വരും. ഇത് ഈ പുഴുക്കുത്തൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ പറയും അമ്മ എന്തെങ്കിലും നമുക്ക് മരുന്നടിക്കാമെന്ന് പറഞ്ഞാൽ പോലും ഇദ്ദേഹം സമ്മതിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. എത്ര നമുക്ക് നഷ്ടം വന്നാലും ഇതേ രീതിയിൽ തന്നെ പോകാനാണ് താല്പര്യം. എൻ്റെ പേര് ഇന്ദുലാൽ എന്നാണ്. ഞാൻ ശ്രീകണ്ഠേശ്വരം UP സ്കൂളിലെ ടീച്ചറാണ്. ഹസ്ബൻഡ് കൃഷി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് സമയം എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ സഹായിക്കുന്നു. അതായത് നമ്മൾ യാതൊരു വിധത്തിലുള്ള കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കുന്നില്ല. അതായത് എങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മളും കഴിക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവർക്കും ലഭ്യമാകുക. അതാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഈ ജൈവ കൃഷി തന്നെ നമ്മൾ സ്വീകരിക്കുന്നത്. പയർ കൃഷി നമുക്ക് ഏറ്റവും നല്ല ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് നല്ല നീളം പയറാണ്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വരണ സമയങ്ങളിൽ കൂടുതലും ഈ കൃഷിയെ സഹായിക്കും. ഇദ്ദേഹം ഫുൾ ടൈം കൃഷിക്കാരനാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള മറ്റ് സപ്പോർട്ടുകൾ ഇതെടുക്കാനും വിളവെടുക്കാനും അതുപോലെ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. കഞ്ഞിക്കുഴി കൃഷി കൂടുതലുള്ള എന്താ? കഞ്ഞിക്കുഴിയിൽ അധ്വാനിക്കാൻ താല്പര്യമുള്ള ആളുകളായതുകൊണ്ട് ആണ് കഞ്ഞിക്കുഴിയുടെ പ്രത്യേകത. എല്ലാവരും കൃഷിക്കാരുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കൃഷിഭവൻ്റെ ആൾക്കാർ നല്ല രീതിയിലുള്ള സഹകരണമാണ് നമ്മളവിടെ. അതെ, ഓരോ മാറി മാറി വരുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ വരികയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തിരക്കുകയൊക്കെ ചെയ്യും. ഇപ്പം എന്തെങ്കിലും ഒരു മുളകിന് ഒരു രോഗം വന്നു, അല്ലെങ്കിൽ വെണ്ടയ്ക്ക് ഒരു രോഗം വന്ന് വിളിച്ചാൽ അന്നേരം വരും, അത് ഇന്ന ചെയ്യുന്നവർ പറഞ്ഞു. കൃഷിയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ കൃഷി ഭവൻ്റെ ആൾക്കാരാണ്. അതേപോലെ എല്ലാ വീടുകളിലും ഗ്രാമത്തിലെ എല്ലാ മെയിനായിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ കൃഷി ചെയ്യണത് നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സിനും നല്ല ശരീരത്തിനും ഒക്കെ സന്തോഷം കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ കൃഷി കൂടുതൽ ചെയ്ത് നിങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിന് വളരെ സഹായകമായിട്ടുള്ള കാര്യമാണ് കൃഷി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനും മനസ്സിന് സന്തോഷം കിട്ടുന്നതിനുമൊക്കെ വളരെ നല്ല ഉപാധിയാണ്. അപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് താല്പര്യമുള്ളവരായിട്ട് മാറണം. ഇതാണ് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്.